തിരുവനന്തപുരം കാട്ടാക്കട മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2.5 വയസ്സുകാരി മരിച്ചത് ന്യൂമോണിയ മൂലമെന്ന് പ്രാഥമിക വിവരം. അന്തിമ റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരൂ. മരണത്തിന് കാരണം ആശുപത്രി അധികൃതരുടെ പിഴവ് എന്നാണ് കുടുംബത്തിന്റെ പരാതി. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിവരങ്ങൾ എന്തൊക്കെയാണ്? കാട്ടാക്കടയിലെ മമ്മൽ ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ചക്കിപ്പാറ സ്വദേശികളായിട്ടുള്ള മാതാപിതാക്കൾ ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 2 ഇഞ്ചക്ഷൻ വെച്ചു, അതിനുശേഷം കുഞ്ഞിന്റെ ബോധം പോയി മരിച്ചു എന്നുള്ളതായിരുന്നു പരാതി. അതിന് പിന്നാലെ തന്നെ മമ്മൽ ആശുപത്രി അധികൃതരും ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ നെബുലൈസേഷനും അതുപോലെ തന്നെ അഡ്രിനാലിൻ കുത്തിവയ്പ്പുകളുമാണ് നടത്തിയത്. അതൊരു മരണകാരണമാകില്ല, ചികിത്സാ പിഴ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ വിശദീകരണമായി വന്നത്. ശേഷം ഇന്നലെയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞ് ഐഷ ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ന്യൂമോണിയാണ് കുഞ്ഞിന്റെ മരണകാരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ പനിയും ശ്വാസമുട്ടും അടക്കമുള്ള രോഗങ്ങളുമായിട്ടാണ് കുഞ്ഞ് ഈ ആശുപത്രിയിലേക്ക് പോകുന്നത്. അത് ന്യൂമോണിയയുടെ ലക്ഷണമാണോ എന്നുള്ളതാണ് പരിശോധിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.